വെൽക്കം ടു ഫ്രഷർ ഫോക്കസ് മലയാളം വെ യോർ ജോബ് ഹണ്ട് ഇസ് സിംപ്ലിഫൈഡ്. സോ കൂടുതൽ വളച്ചിട്ടില്ല, നമുക്ക് കാര്യത്തിലൂടെ കിടക്കാം. സോ ലൈക്ക് ടി സി എസിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ളൊരു വലിയൊരു സംഭവം ഇറ്റ് ഇസ് ഗോയിങ് ടു കം സൂൺ ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്. ഓക്കെ, സോ അതിനെപ്പറ്റി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള. കാരണം ഞാൻ ഉൾപ്പെടെ എൻ്റെ ഫ്രണ്ട്സിൽ മെജോറിറ്റി ഓഫ് ദി ആളുകൾക്കും കിട്ടിയൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ടി സി എൻ ക്യു ടി എഴുതാൻ. ആൻഡ് എൻ്റെ ക്ലാസ്സിൽ നിന്ന് മാത്രം ആ ഇയറിൽ 14-15 പേർക്ക് കിട്ടി ടി സി എസിലോട്ട് എൻ ക്യു ടി വഴി. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ടി സി എസിന് ആക്ച്വലി 2 ടൈപ്പ് എൻ ക്യു ടി ടെസ്റ്റ് ആണുള്ളത്. ഒന്ന് പെയ്ഡ് എൻ ക്യു ടി ടെസ്റ്റ്, അത് നമുക്ക് ടി സി അയോൺ എന്ന പ്ലാറ്റ്ഫോമിലോട്ട് tcsion.com അടിച്ച് പോകുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ പെയ്ഡ് എൻ ക്യു ടി സംഭവം ഉണ്ട്. വി ക്യാൻ അപ്ലൈ ദാറ്റ് ആൻഡ് വി ക്യാൻ റൈറ്റ്. അതായത് ഇതിൽ കമ്പ്യൂട്ടർ സയൻസ് മാത്രമല്ല, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് വരുന്ന പിള്ളേർക്കും ഇതിൽ അപ്ലൈ ചെയ്യാം. ഇങ്ങനത്തെ കുറച്ച് കമ്പനീസ് ഇതിൽ നിന്ന് നമ്മുടെ ഇതിലൊരു ഗേറ്റ് സ്കോർ പോലെയാണ്. നമ്മളിതിൽ എത്ര സ്കോർ ചെയ്യുന്നു അത് വെച്ചിട്ട് നമുക്ക് ആക്ച്വലി ഈ കമ്പനികളുടെ ഇനിഷ്യൽ റൗണ്ട്സ് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ്ലി ഇതിൻ്റെ ലൈക്ക് ഇൻ്റർവ്യൂ റൗണ്ടിലോട്ടൊക്കെ പോകാൻ പറ്റും ഇഫ് യു റൈറ്റ് ദിസ് എക്സാം ടി സി എൻ ക്യു ടി അയോൺ. ആൻഡ് ഈവൻ ഇഫ് യു ആർ ലക്കി യു വിൽ ഗെറ്റ് ഇൻ ടു ടി സി എസിൻ്റെ തന്നെ കമ്പനീസ് ലൈക്ക് ടി സി എസ് ആൻഡ് ടാറ്റ എലക്സി പോലത്തെ കമ്പനികൾ നമുക്ക് കിട്ടും. ടാറ്റയുടെ കമ്പനികളായിട്ട് ടൈറ്റനിലും എല്ലാം ഇതുവഴി അവർ ഹയറിംഗ് നടത്തുന്നതായിരിക്കും. ഓക്കെ, ലൈക്ക് ഇനിഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് റൗണ്ട്സ്, ലോജിക്കൽ റീസണിങ്, ഇതൊന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാണ്ട് തന്നെ മുന്നോട്ട് പോകാം ഇഫ് യു ആർ ഗെറ്റിംഗ് ഗുഡ് സ്കോർ ഇൻ ടി സി എസ് എൻ ക്യു ടി അയോൺ പെയ്ഡ് വൺ. ഓക്കെ, രണ്ടാമത്തേയാണ് ടി സി എൻ ക്യു ടി ഫ്രീ എൻ ക്യു ടി. കഴിഞ്ഞ വർഷം അതിൻ്റെ പേര് YOP 2024 എന്നായിരുന്നു. ഈ വർഷം ഇറ്റ് മൈ ബി 2025. ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി സംതിങ് വിത്ത് 25. ഓക്കെ, സോ ഏകദേശം 40,000-40,000 മേലെ ആളുകൾ ഇവർ ഹയർ ചെയ്യുന്നതാണ് ഈ ഒരു പ്രോഗ്രാം വഴി. ഇത് പക്ഷേ 2023 ഇല്ലായിരുന്നു. ആ വർഷം കോളേജുകൾ ഡയറക്റ്റായിട്ട് പോയി ഹയറിംഗ് ആയിരുന്നു. പക്ഷേ 2024 ഇവർ ഹയർ ചെയ്തായിരുന്നു വയ ടി സി എസ് എൻ ക്യു ടി ഫ്രീ എൻ ക്യു ടി. സോ why should you choose this? Firstly, bulk hiring ആയതുകൊണ്ട് തന്നെ if you are relatively poorer in technical knowledge, also if you have good confidence and good personality, നിങ്ങളെ ഹയർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ക്യാമ്പസ് ഇൻ്റർവ്യൂവിനെക്കാളും എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ലൈക്ക് വിച്ച് റൗണ്ട് യു ആർ ഗോയിങ് ടു ബി സെലക്റ്റഡ് ടു. ഓക്കെ, സോ ബേസിക്കലി നമ്മൾക്ക് ആദ്യം ഒരു ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മളൊരു ടി സി എസ് മെൻഷൻ ചെയ്യുന്നൊരു സെൻറ്ററിൽ പോയി എഴുതണം. അങ്ങനെയാണ് ടെസ്റ്റ് വർക്ക് ചെയ്യുന്നത്. സോ അതിൽ നമുക്ക് ഇത്രയും റൗണ്ട്സ് ഉണ്ടാവും. പാർട്ട് എ, പാർട്ട് ബി. അപ്പോൾ ന്യൂമെറിക്കൽ എബിലിറ്റി, വെർബൽ എബിലിറ്റി ആൻഡ് റീസണിങ് എബിലിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദീസ് ക്വസ്റ്റ്യൻസ് ആർ നോട്ട് വെരി സിമ്പിൾ. ഇതൊരു കുറച്ച് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. തീരെ ബാഡെന്ന് പറയാൻ പറ്റത്തില്ല, തീരെ ഈസി എന്ന് പറയാനും പറ്റത്തില്ല. ലൈക്ക് ഇനിഷ്യലി ഉള്ള ഈ 3 റൗണ്ട് കമ്പാരിറ്റീവ്ലി ഈസിയറാണ്. പക്ഷേ ഈ 15 ക്വസ്റ്റ്യൻസ് ഇൻ 25 മിനിറ്റ്സ് എന്ന് പറയുന്ന അഡ്വാൻസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിങ് എബിലിറ്റി ക്വസ്റ്റ്യൻസ് നല്ല ടഫാണ്. ഇൻ ദ സെൻസ് നമുക്ക് ആ ഒരു ടൈം ബ്രാക്കറ്റിനകത്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ട് തോന്നും. പിന്നെയുള്ള അഡ്വാൻസ് കോഡിംഗ് ആണ്. ആക്ച്വലി ഇത് 3 ക്വസ്റ്റ്യൻസ് അല്ല, 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ കഴിഞ്ഞ വർഷം, ഈ വർഷം ഇറ്റ് മൈറ്റ് ചേഞ്ച്, ദ പാറ്റേൺ മൈറ്റ് ഡിഫർ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസിൽ 90 മിനിറ്റ്സ്, അതായത് ഓൾമോസ്റ്റ് 90 മിനിറ്റ്സ് നമുക്ക് കിട്ടും. ദ ക്വസ്റ്റ്യൻസ് ആർ സച്ച് എ വേ ദാറ്റ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എ റിലേറ്റീവ്ലി ഈസിയർ വൺ, ബട്ട് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് മീഡിയം ടു ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. ലീഡ് കോഡിൻ്റെ ബേസിൽ നോക്കിയാൽ മീഡിയം ടു ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഫസ്റ്റ് 3 റൗണ്ടിൽ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ എഴുതിയിട്ട് ഈ അഡ്വാൻസ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിങ് എബിലിറ്റിയും കൂടെ അത്യാവശ്യം ഡീസൻ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ യു വിൽ ബി ഡെഫിനറ്റ്ലി കോൾ ഫോർ നിഞ്ച റോൾ. ബട്ട് ഇഫ് യു ആർ ഏബിൾ ടു ക്രാക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദിസ് പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ്, യു വിൽ ഡെഫിനറ്റ്ലി ബി കോൾ ഫോർ ഡിജിറ്റൽ ഓർ പ്രൈം റോൾ. വാട്ട് ഇസ് ഡിജിറ്റൽ, പ്രൈം ആൻഡ് നിഞ്ച റോൾസ്? ഓക്കെ, ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. അതായത് ഇഫ് യു ആർ എ അണ്ടർ ഗ്രാജുവേറ്റ്, നിഞ്ച റോളിൽ നമുക്ക് സെലക്ട് ആയി കഴിഞ്ഞാൽ 3,30,000 രൂപ ശമ്പളം കിട്ടും. ഓക്കെ, ഡിജിറ്റലാണെങ്കിൽ 7 ലക്ഷം രൂപ ശമ്പളം കിട്ടും. അതായത് നിങ്ങളിപ്പോൾ ബിടെക് കഴിഞ്ഞ ഉടനെ നിങ്ങളത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 7 ലക്ഷം രൂപ ശമ്പളം കിട്ടും. പ്രൈം ആണെങ്കിൽ 9 ലക്ഷം രൂപ ശമ്പളം കിട്ടും. ഇതേ സമയം പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ 3.5, 7.3 ആൻഡ് 11.5 എന്ന സാലറി ബ്രാക്കറ്റിലായിരിക്കും നിങ്ങൾ വീഴുന്നത്. ഇത് അടിപൊളിയല്ലേ? ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ഇവർ ഡിജിറ്റലിന് ഒരുപാട് പേര് ഹയർ ചെയ്യുന്നുണ്ട്. പ്രൈമിനും ഒരുപാട് പേര് ഹയർ ചെയ്യുന്നുണ്ട്. പ്രൈം ഇറ്റ്സ് റിലേറ്റീവ്ലി ടഫർ ഫോർ പീപ്പിൾ ഫ്രം ടയർ 3, ടയർ 4 കോളേജസ് ടു ഗെറ്റ് ഇൻ. അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ടയർ 1, ടയർ 2 ഉള്ള പിള്ളേരായിരിക്കും. സോ
ബട്ട് ലൈക്ക് ഇപ്പം നിങ്ങൾക്ക് പ്രൈം ക്രാക്ക് ചെയ്യാൻ പറ്റി, ഇഫ് യു ആർ ഏബിൾ ടു ഷോ കേസ് ദറ്റ് യു ഹാവ് ഇനഫ് ടാലൻറ്റ് ഇൻ യുവർ ഇൻ്റർവ്യൂസ്, നിങ്ങൾക്ക് ഷുവർ ആയിട്ട് അത് കിട്ടാം. അതിൽ ദർ ഇസ് നത്തിങ് ദറ്റ് യു വോണ്ട് ഗെറ്റ്. പക്ഷേ ദേ പ്രിഫർ ടു ഹയർ ഫ്രം Tier 1 or Tier 2 colleges. ഓക്കെ, സോ ഇതാണ് ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിനേക്കാളും വലിയ ഹൈലൈറ്റ് വേണം സാലറി. നമുക്കറിയാമല്ലോ നമ്മുടെ കോളേജുകളിൽ എന്തൊക്കെയാണ് പാക്കേജസ് വരുന്നതെന്ന്. ഓക്കെ, സോ തിങ്സ് ടു റിമെമ്പർ ബിഫോർ ഗോയിങ് ടു റൈറ്റ് ദി എക്സാം ഓർ ടു റൈറ്റ് ദി എക്സാം. ഓക്കെ, നിങ്ങൾക്ക് ആകെപ്പാട് 2 സാധനം പ്രിപ്പയർ ചെയ്താൽ മതി ഇതിൻ്റെ പ്രോഗ്രാമിംഗ് റൗണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി. അറേ ആൻഡ് സ്ട്രിങ്. ഈ 2 സാധനങ്ങൾ മാത്രമേ ചോദിക്കത്തുള്ളൂ. ഓഫ്കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഡാറ്റ സ്ട്രക്ചേഴ്സ് അറിയാമെങ്കിൽ ഇറ്റ്സ് മച്ച് ബെറ്റർ. ലൈക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യാം. ബട്ട് ഈവൻ ഇഫ് യു ഡോണ്ട് നോ ദാറ്റ്, ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ടോട്ടലി ഫൈൻ. അറേയും സ്ട്രിങ്സും മാത്രം പ്രിപ്പയർ ചെയ്താലും നിങ്ങൾക്ക് സുഖമായിട്ട് TCS NQT ക്രാക്ക് ചെയ്യാം, അതിൻ്റെ പ്രോഗ്രാമിംഗ് റൗണ്ട് ക്രാക്ക് ചെയ്യാം. ഞാൻ എഴുതിയ സമയത്ത് എൻ്റെ ഗോൾ വാസ് ടു ഗെറ്റ് ഇൻ ടു ഡിജിറ്റൽ ഇൻ്റർവ്യൂ. സോ മൈ പ്ലാൻ വാസ് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നല്ലേ, ലൈക്ക് പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കിയിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഐ ജസ്റ്റ് ലീവ് ഇറ്റ് ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു പ്രൈം. ബിക്കോസ് പ്രൈം ഇൻ്റർവ്യൂ ഇസ് റിലേറ്റീവ്ലി ടഫർ. 9 ലക്ഷത്തിൻ്റെ ഇൻ്റർവ്യൂ ആണ്, കുറച്ചുകൂടെ ടഫറാണ്. ആൻഡ് ദ പീപ്പിൾ ഹു ആർ കമ്മിങ് ഫോർ പ്രൈം ഇൻ്റർവ്യൂ, നമ്മുടെ കൂടെയുള്ള കാൻഡിഡേറ്റ്സും കുറച്ചുകൂടെ ഹയർ ലെവലായിരിക്കും. സോ ഐ ഡോണ്ട് വാണ്ട് ടു ക്രാക്ക് ഇറ്റ്. അപ്പോൾ ഞാൻ ഡിജിറ്റൽ ഇൻ്റർവ്യൂവിന് കയറാൻ വേണ്ടിയുള്ള രീതിയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നത്. അപ്പോൾ ഈസി ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഏതൊരു ബട്ടൺ കയറി പ്രസ് ചെയ്ത് എൻ്റെ സിസ്റ്റം ഓഫായിപ്പോയി. സോ ഐ ലോസ്റ്റ് ടൈം ആൻഡ് അത് പിന്നെ ഇടയ്ക്ക് വെച്ച് പിന്നെയും തുടങ്ങേണ്ടി വന്നുകൊണ്ട് ഐ വാസ് നോട്ട് ഏബിൾ ടു ഫിനിഷ് ദ ക്വസ്റ്റ്യൻ. അങ്ങനെ എനിക്ക് ഈസി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ലൈക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റില്ല, ഈവൻ ദോ ഐ ന്യൂ ഹൗ ടു ആൻസർ. അപ്പോൾ ലൈക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നു, വിച്ച് ഇഫ് ഐ ക്രാക്ക് ഐ വുഡ് ഗെറ്റ് ഇൻ ടു പ്രൈം റോൾ. ബട്ട് ഐ ഹവ് നെവർ ഡൺ ഹാർഡ് ഓർ മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ഇൻ മൈ ലൈഫ് ബിഫോർ ദാറ്റ്. ഇറ്റ് വാസ് മൈ ഫസ്റ്റ് അറ്റംപ്റ്റ്. ബട്ട് ഐ വാസ് സോ ഡെസ്പെറേറ്റ്. എനിക്ക് കിട്ടണമെന്ന്, എനിക്ക് നിഞ്ചയ്ക്ക് പോകണ്ട, എനിക്ക് അറ്റ്ലീസ്റ്റ് പ്രൈം ഓർ അറ്റ്ലീസ്റ്റ് ഡിജിറ്റൽ എനിക്ക് വേണമെന്നൊരു ആവേശത്തിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് അതിന് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടി. എൻ്റെ എല്ലാ ടെസ്റ്റ് കേസസും ക്വാളിഫൈ ആയി. അങ്ങനെ ഐ വാസ് കോൾഡ് ഫോർ പ്രൈം ഇൻ്റർവ്യൂ ആൻഡ് ഇറ്റ് വാസ് എ റിയലി ഗുഡ് ഇൻ്റർവ്യൂ. ബട്ട് ആസ് ഐ സെഡ്, അവർ Tier 1 Tier 2 കോളേജിനെ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ മേ ബി അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഫുൾഫിൽ ആയി കാണത്തില്ലായിരിക്കാം, ഐ ഡോണ്ട് നോ. ആൻഡ് ഐ വാസ് ലക്കി ഇനഫ് ടു ഗെറ്റ് ഇൻ ടു ഡിജിറ്റൽ. സോ എനിക്ക് ഡിജിറ്റലിൽ പ്ലേസ്മെൻറ്റ് കിട്ടി. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി റിയലി ഗുഡ്. കാരണം എൻ്റെ കോളേജിൽ വന്നുകൊണ്ടിരുന്ന കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് ഡിജിറ്റൽ. കാരണം നമ്മുടെ കോളേജിൽ വന്നിട്ടുള്ള പാക്കേജസ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ദിസ് റിയലി ഗുഡ്. അപ്പോൾ ആൻഡ് ഇറ്റ് വാസ് നോട്ട് വെരി ടഫ്. പക്ഷേ ഇൻ്റർവ്യൂ വാസ് ബേസിക്കലി റെസ്യൂമേ ബേസ്ഡ്. അപ്പോൾ നമ്മുടെ റെസ്യൂമേ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, ഇഫ് യു ഗിവ് ദം ഗുഡ് ക്വസ്റ്റ്യൻസ് ടു ആസ്ക്, ദേ വിൽ ഗുഡ് തിങ്സ് ഇൻ റെസ്യൂമേ ഉണ്ടെങ്കിൽ ഗുഡ് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. ആൻഡ് ഇഫ് യു ആർ ഏബിൾ ടു ആൻസർ ദോസ് ഗുഡ് ക്വസ്റ്റ്യൻസ് യു വിൽ ഗെറ്റ് സെലക്റ്റഡ്. സോ that's basically റോൾ പറ്റിയുള്ള കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് now you guys might be interested to know how to apply. Okay, first next step എന്നത് പോർട്ടലുണ്ട് TCSന്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, nextstep.tcs.com. TCS നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് അടിച്ചാലും മതി. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലെത്തും, രജിസ്റ്റർ നൗ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് BPS എന്നുള്ള റോള്, കസ്റ്റമർ റിലേറ്റഡ്, കസ്റ്റമർ സർവീസ്, കസ്റ്റമർ ലൈക്ക് സാറ്റിസ്ഫാക്ഷനൊക്കെ അറിയാൻ വേണ്ടിയുള്ള അത് മാത്രം, ലൈക്ക് മേ ബി ലൈക്ക് ക്ലയൻറ്റ് ടു നമ്മുടെ കമ്പനിയിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് BPS ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ IT ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് IT ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമ്മുടെ മെയിൽ ID ലൈക്ക് കൊടുത്തിട്ട് അത് രജിസ്റ്റർ ചെയ്തിടുക. ഫസ്റ്റ് മേക്ക് ഷുവർ യു ഹാവ് എ നെക്സ്റ്റ് സ്റ്റെപ്പിലൊരു പ്രൊഫൈൽ. ഇതിൽ നിങ്ങൾ പ്രോബബ്ലി പലരും കോളേജിൽ തന്നെ നിങ്ങളത് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഇഫ് യു ഗൈസ് ഹാവ് നോട്ട് ഡൺ ഇറ്റ്, പ്ലീസ് ഡു ദിസ്. ആൻഡ് കഴിഞ്ഞ വർഷം ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയത് സംവെയർ ടു എൻഡ് ഫെബ്രുവരി തൊട്ട് സ്റ്റാർട്ടിങ് ഓഫ് ഏപ്രിൽ വരെ ഉണ്ടായിരുന്നു. സോ ആ ടൈം പീരീഡിനകത്ത് നമുക്കിത് അപ്ലൈ ചെയ്യാം. ആൻഡ് ദി ടെസ്റ്റ് സ്റ്റാർട്ട് അറൗണ്ട് May 13th. കഴിഞ്ഞ വർഷം May 13th ആയിരുന്നു. May 13th തൊട്ട് May 23 വരെ എന്താണ് എക്സാംസ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചിലപ്പം ഇതിൽ ഏതെങ്കിലും ദിവസം ഡിഫറെൻറ്റ് ഷെഡ്യൂളായിട്ട് കിട്ടായിരിക്കും, രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്. നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേ ടൈമിൽ കിട്ടണമെന്നില്ല. നിങ്ങൾ പോയി ഇരുന്ന സെൻറ്ററിലെ വേക്കൻസി അനുസരിച്ചായിരിക്കും നിങ്ങൾ കോൾ ചെയ്യുന്നത്, ലൈക്ക് നിങ്ങൾക്ക് ടൈം തരുന്നത്. ആൻഡ് നിങ്ങൾ അവിടെ പോയി എഴുതണം. ആൻഡ് റിമെമ്പർ, ദിസ് ഇസ് എ ഫ്രീ ഓപ്പർച്യൂണിറ്റി. ഇതിപ്പോൾ പെയ്ഡ് ആണെങ്കിലും കുഴപ്പമില്ല, അത്ര നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ദിസ് ഇസ് എ ഫ്രീ ഓപ്പർച്യൂണിറ്റി ദാറ്റ് TCS ഓഫേഴ്സ്. ഇതാണ് അവരുടെ ഹയറിങ്. അവർ കോളേജിൽ പോയി ഡയറക്റ്റ് ഹയർ ചെയ്യും, അല്ലാണ്ട് കോഡ് ബീറ്റ് വഴി ഹയർ ചെയ്യും, പിന്നെ NQT വഴി ഹയർ ചെയ്യും. അപ്പോൾ ഈ NQT ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യരുത്. ഭയങ്കര ലൈക്ക് ഈസി ടു ഗ്രാബ് ആണ്. ഇഫ് യു ആർ ഇൻ CS ഡിപ്പാർട്ട്മെൻറ്റ്, ഇഫ് യു ആർ ഫ്രം കമ്പ്യൂട്ടർ സയൻസ് ഓർ IT ഡിപ്പാർട്ട്മെൻറ്റ് ഓർ AI, നിങ്ങൾക്ക്
ഡിജിറ്റൽ ഓർ പ്രൈം ക്രാക്ക് ചെയ്യാൻ ഈസിയാണ്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള പിള്ളേർക്ക് ഈ നിഞ്ച റോൾ ഭയങ്കര ഈസിയാണ്. നിഞ്ച റോൾ ഇസ് വെരി ഈസി ടു ക്രാക്ക് ഫോർ യു ഗൈസ് ഇഫ് യു ആർ സിസ്റ്റമാറ്റിക് തേങ്ങയൊന്നും വേണ്ട. എടോ എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ വരെ 7 ദിവസം പ്രിപ്പയർ ചെയ്തുള്ളൂ. ദാറ്റ് ഈസ് ഫോർ ദി ലൈക്ക് ദി എന്താ പറയുക, ഈ NQT എക്സാമിന് വേണ്ടി ഈ അഡ്വാൻസ് 7 ദിവസം ഇൻ ദ സെൻസ് അതിലൊരു എല്ലാം കൂടി ഒരു 7 മണിക്കൂർ പഠിച്ചതാണ്. അത് പോരാ, ലൈക്ക് എല്ലാവർക്കും അത് വർക്കാകണമെന്നില്ല, ബട്ട് ഫോർ സം പീപ്പിൾ ദാറ്റ് മൈറ്റ് വർക്ക്. ഇൻ്റർവ്യൂവിന് നമ്മൾ എത്രത്തോളം വി ആർ പ്രിപ്പയർഡ് അത്രത്തോളം നല്ലതാണ്. ഓക്കെ, ചിലർക്ക് ഇത് വർക്കാകത്തില്ലായിരിക്കാം, ഇൻ ദ സെൻസ് 7 ദിവസം പഠിച്ചൊന്നും വർക്കാകത്തില്ലായിരിക്കും. ചിലർക്ക് സിസ്റ്റമാറ്റിക്കായി പഠിക്കണമായിരിക്കും. വെൽ ആൻഡ് ഗുഡ്. ഹൗ it works for you, however the preparation will be effective for you, do that, because this is a wonderful opportunity. നിങ്ങൾക്കിപ്പോൾ എന്തായാലും നന്നായിരിക്കും, കാരണം യു ഗൈസ് ആർ ഓൾറെഡി അറ്റൻഡിങ് ക്യാമ്പസ് ഇൻ്റർവ്യൂസ്. സോ അതിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇത് എഴുതുമ്പോഴത്തേക്കും നോ മച്ച് ഡിഫറൻസ്. ഇഫ് യു ഗൈസ് ആർ ഗുഡ് ഇറ്റ് കോഡിങ്, യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് എനിത്തിങ്. ഈവൻ ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് ദ കോഡിങ് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നിഞ്ചയിലുള്ള കോൾ കിട്ടും. സോ മേക്ക് ഷുവർ യു ഗൈസ് പ്രിപ്പയർ വെൽ. പ്രിപ്പയറിന് മുന്നേ ഇറ്റ്സ് എ ലോങ് ടൈം, ഇനി 2-3 months ഉണ്ട്. സോ മേക്ക് ഷുവർ യു ഗൈസ് അപ്ലൈ ഈ പോർട്ടലൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് പോർട്ടലിൽ പോയി നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിടുക. സോ ദാറ്റ് ഇനി അടുത്തൊരു 4 ആഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ രജിസ്റ്റർ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ രജിസ്റ്റർ ASAP ആസ് സൂൺ ആസ് പോസിബിൾ ആൻഡ് ഗോ ഫോർ വിത്ത് ഇറ്റ്. നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. ഓക്കെ, ഐ വിൽ ക്ലാരിഫൈ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ഓർ ആസ് സൂൺ ആസ് ഐ സീ ദ കമൻറ്റ്സ്. അതല്ലാണ്ട് ഇതിനെ പറ്റിയുള്ള മറ്റ് വീഡിയോസ് ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ഇൻ്റർവ്യൂ എക്സ്പീരിയൻസസ്, ടെസ്റ്റ് എങ്ങനെയായിരുന്നു, ഞാൻ എന്ത് പ്രോഗ്രാമിംഗ് ക്വസ്റ്റനാണ് ഇതിൽ എഴുതേണ്ടി വന്നത്, എൻ്റെ ഫ്രണ്ട്സിന് എന്ത് പ്രോഗ്രാമിംഗ് ക്വസ്റ്റനാണ് അവർക്ക് വന്നത്, അവരുടെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ്, അതെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഗൈസ് വോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി ബിക്കോസ് ദിസ് ഇസ് ജസ്റ്റ് അമേസിങ്. കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം അവർ ഹയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 40 ഹയർ ചെയ്തിട്ടുണ്ട്, ഈ വർഷം 60,000-80,000 വരെ ചിലപ്പോൾ ഹയർ ചെയ്യാൻ അവർ ഇതിലൊന്നും NQT വഴി. സോ ദിസ് ഇസ് എ ഓപ്പർച്യൂണിറ്റി ദാറ്റ് യു ഗൈസ് ഷുഡൻറ്റ് മിസ് എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഐ മേഡ് ഷുവർ ലൈക്ക് ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ ആഫ്റ്റർ ലോങ് ടൈം. നിങ്ങളിത് അറിയിക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഐ ആം റീച്ചിങ് ഔട്ട് ടു യു ഗൈസ്. സോ ഞാൻ ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, ആൻഡ് മേ ബി ലൈക്ക് ഇഫ് യു വോണ്ട് ഈ മറ്റ് ഡീറ്റെയിൽസ് ഉള്ള, അതായത് വാട്ട് ഈസ് NQTനെ പറ്റിയുള്ള ഇൻഫർമേഷൻസും ഇഫ് ഐ ക്യാൻ ഐ വിൽ പോസ്റ്റ് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ. സോ ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. സോ thanks for watching. Without much ado, like, I'm signing off. So this is me signing off from Fresher Focus Malayalam. See you and bye bye.